നമസ്കാരം. ഞാൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ മെമ്പർ ലിജി ഡെനീഷ്. ഞാൻ ആദ്യമായിട്ടാണ് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നതും. എൻ്റെ ഈ 5 വർഷ കാലയളവിൽ വാർഡിന് ഒതുങ്ങുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് കയറുമ്പോൾ മുൻപ് മാർക്കറ്റ് റോഡ് കച്ചേരിപ്പടി ഭാഗത്തുള്ളതും പിന്നെ മാലിങ്കര അപ്രോച്ച് റോഡിന് ചേർന്നുള്ള റോഡും ഒക്കെ വളരെ വെള്ളക്കെട്ട് മൂലം വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. അവിടെ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് 2 ഭാഗത്തേക്കും കാന ഉൾപ്പെടെയുള്ള നല്ലൊരു റോഡ് നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതുകൂടാതെ തന്നെ മുനമ്പം മർച്ചൻ്റ് റോഡും അതിനോട് ചേർന്നുള്ള ഭാഗവും നമ്മൾ റീടാറി ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ചു. പിന്നെ വൈദ്യുതി റോഡാണ്. അത് ഞാൻ കയറുന്ന സമയത്തെന്ന് വെച്ചാൽ ഒരു തോട് എന്ന് പറയാം, റോഡ് എന്നുള്ളൊരവസ്ഥയിലായിരുന്നില്ല. അവിടെ നമ്മൾ കാനയോടുകൂടി നല്ലൊരു റോഡ് നിർമ്മിക്കാനായിട്ട് അവിടെയും കഴിഞ്ഞു. പിന്നെ മുനമ്പർ മാർക്കറ്റിൻ്റെ ഒരു ലിങ്ക് റോഡാണ്. ഒരു 6 കുടുംബങ്ങൾക്കുള്ള ഒരു സഞ്ചാരപാതയാണത്. അവിടെയും വെള്ളക്കെട്ട് മൂലം സഞ്ചാരയോഗ്യമല്ലായിരുന്നു. അവിടെ നമ്മൾ കട്ട വിരിച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പിന്നെ നമ്മൾക്ക് സൗഭാഗ്യ അംഗൻവാടിയാണ്. അതിലേക്ക് 2 റോഡാണ്, കുട്ടികളെ കൊണ്ടുവരാനുള്ള 2 റോഡ്. അതിൽ ഒരു റോഡിൻ്റെ നിർമ്മാണം ഭാഗികമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടി പൂർത്തീകരിച്ചു. അതുകൂടാതെ തന്നെ അതിനോട് ചേർന്നുള്ള മറ്റൊരു വഴിയും കൂടി പൂർത്തീകരിച്ചിട്ട് കുട്ടികൾക്ക് അംഗൻവാടിയിലേക്ക് വരാനുള്ള സൗകര്യം നല്ല രീതിയിൽ ഒരുക്കുകയുണ്ടായി. പിന്നെ ധർമ്മശാസ്ത്ര റോഡ്, അതിൻ്റെ കലങ്കിനോട് അപ്പുറത്തുള്ള ഭാഗം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെള്ളക്കെട്ട് മൂലം വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾ ഓട്ടൊക്കെ ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ നനഞ്ഞു പോകുന്ന ഒരു വളരെയധികം മോശപ്പെട്ടൊരവസ്ഥയായിരുന്നു. അവിടെ നമ്മൾ കാന ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ലൊരു റോഡ് നിർമ്മിച്ചു. അതിൻ്റെ തന്നെ ഒരു 2 ലിങ്ക് റോഡും ഉണ്ട്. അതും നല്ല രീതിയിൽ കോൺക്രീറ്റ് റോഡ് നമ്മൾ ഉണ്ടാക്കി. അതുകൂടാതെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയദർശിനി എന്ന് പറഞ്ഞ 2 അംഗൻവാടിയാണുള്ളത്. പ്രിയദർശിനി അംഗൻവാടിയിലേക്കുള്ള വഴി വർഷങ്ങളായിട്ട് അവിടെ ചെള്ളയും കാടും ഒക്കെ പിടിച്ചിട്ട് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആസ്തിയില്ലാത്ത വഴിയായതുകൊണ്ട് തന്നെ നമ്മൾക്കത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം നല്ലവരായ ജനങ്ങളുടെ സഹായത്തോടെ നമ്മൾക്കൊരു 79,000 രൂപയോളം ചെലവാക്കിക്കൊണ്ട് നല്ലൊരു കോൺക്രീറ്റ് പാത ഒരുക്കി അംഗൻവാടിയിലേക്കുള്ള കുട്ടികളുമായുള്ള ഒരു യാത്ര സൗകര്യപ്രദമാക്കി മാറ്റി. പിന്നെ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ ധർമ്മശാസ്ത്ര റോഡാണ്. അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മഴ മൂലം നമ്മളത് കോൺക്രീറ്റ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റലിങ് വിരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത് ഉടനെ തന്നെ നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉടൻ തന്നെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന 2 വർക്കുകൾ മുനമ്പം മാർക്കറ്റ് റോഡിൻ്റെ കുറച്ച് ഭാഗം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷം ചെയ്തു തീർക്കേണ്ട വർക്കാണ്. പക്ഷെ നമ്മൾക്കത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് പ്രതീക്ഷിച്ചാണ് ആ ഒരു വർക്ക് നീണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളത് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഒരു 15 ലക്ഷം രൂപ അതിനായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും. പിന്നെ മുനമ്പം ബീച്ച് അറ്റാച്ച് ഒരു റോഡുണ്ട്. അതും കാനയോടുകൂടി തന്നെ അത് ഈ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അതും പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഒരു തെരിയത് ലൈൻ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റോഡാണ്. ഇതിൻ്റെ പകുതി ഭാഗം വളരെ മോശമായ രീതിയിലായിരുന്നു. അതും നമ്മൾ NRGSൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ 2 അംഗനവാടികളാണ് ഉള്ളത്. സൗഭാഗ്യ അംഗൻവാടി, പ്രിയദർശിനി അംഗൻവാടിയും. 2 അംഗൻവാടികളും നമ്മുടെ സ്വന്തം കെട്ടിടം തന്നെയാണ്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നു. സൗഭാഗ്യ അംഗൻവാടിയിലേക്ക് ഞാൻ മെമ്പറായതിനു ശേഷം മെയിൻ്റനൻസ് വർക്ക് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയദർശിനി അംഗൻവാടിയുടെ മെയിൻ്റനൻസ് വർക്കിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ക്രമീകരിച്ച് നല്ല രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ അംഗൻവാടി ടീച്ചേഴ്സ് പിന്നെ അവിടെ ഹെൽപ്പർമാരും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നത് നമുക്കിവിടെ വാർഡിൽ ആശാ വർക്കറായിട്ട് ലതിക സുധീറാണ് ഉള്ളത്. നല്ലൊരു ആശാ വർക്കറാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും കയറി ഇറങ്ങി ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തുകയും അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതിലും താല്പര്യമുള്ള നല്ലൊരു വ്യക്തിയെ കൂടിയാണ്. നമ്മുടെ ഹെൽത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവിൻ്റെ പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ്.
നമ്മുടെ വാർഡിൽ കിടപ്പ് രോഗികളെ വന്ന് സന്ദർശിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നൽകുകയും ചെയ്യാറുണ്ട്. നമ്മുടെ വാർഡിൽ 2 അതിഥിതരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ എല്ലാ മാസവും നമ്മൾ എത്തിച്ച് നൽകാറുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് നമ്മൾ ലാപ്ടോപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ അവർക്ക് തടിവെള്ളം, പിന്നെ നമ്മുടെ ഗ്രാമസഭയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സഹായങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ സജീവമാണ്. നമ്മുടെ വാർഡിൽ 3 ഹരിതകർമ്മസേന അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. പ്ലാസ്റ്റിക്കുകളും പഴയ ബാഗുകൾ, ചെരുപ്പുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. വാർഡിലുള്ള എല്ലാ ആളുകളും അതിനോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ വാർഡിൽ SC കുടുംബങ്ങളായിട്ട് 2 കുടുംബങ്ങളാണുള്ളത്. അതിലൊരു കുടുംബത്തിന് നമ്മൾ വീട് മെയിൻ്റനൻസിന് കൊടുത്ത് നല്ല രീതിയിൽ സൗകര്യമൊരുക്കി നൽകിയിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത 33 കുടുംബങ്ങൾക്ക് ജലജീവൻ പദ്ധതിയിലൂടെ നമ്മൾ വെള്ളം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ഞാൻ മെമ്പറായതിന് ശേഷം അതിരൂക്ഷമായെന്ന് പറയാം, കുടിവെള്ള പ്രശ്നം. ഇപ്പോൾ അത് കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളമില്ലാതിരുന്ന അവസരങ്ങളിൽ നമുക്ക് വാഹന സൗകര്യം എത്തുന്ന എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു ഭാഗത്തേക്കാണ്, സെൻറ്റ് സെബാസ്റ്റ്യൻ നഗറിലുള്ള ഒരു ചെറിയൊരു ഭാഗത്തേക്കാണ് നമുക്ക് കുടിവെള്ളം ഒട്ടും തന്നെ ലഭിക്കാത്തത്. അവിടത്തേക്കായിട്ട് നമ്മളിപ്പോൾ ഒരു 3.5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പുതിയൊരു പൈപ്പ് ലൈൻ വലിച്ചുകൊണ്ട് ഉടൻ തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതാണ്. വാർഡിൽ നമ്മൾ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് പുതിയ LED ബൾബുകൾ വാർഡിൻ്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാർഡിൽ 4 വീടുകളാണ് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള അപേക്ഷകർക്ക് പലർക്കും എഗ്രിമെൻ്റ് വെക്കാൻ സാധിച്ചിട്ടില്ല. എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള 4 വീടുകളും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ബാഗ്, പുസ്തകങ്ങളൊക്കെ, പഠനോപകരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്ക് അംഗൻവാടിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പറ്റിയ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, ലഹരിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നൽകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 5 വർഷത്തെ കാലയളവിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ വാർഡിലെ നല്ലവരായ എല്ലാ ജനങ്ങൾക്കും, അതോടൊപ്പം തന്നെ എനിക്ക് ഫണ്ട് തന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും, കാന പണിയാനായിട്ട് എന്നെ സഹായിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിനും, അതോടൊപ്പം തന്നെ ഇവിടുത്തെ എൻ്റെ വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർക്കും പഞ്ചായത്തിനും എല്ലാവർക്കും തിരുസ്നേഹത്തോടെ നന്ദി പറയുന്നു.